കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഒരുപക്ഷെ കേരളത്തിന്റെ സകലമായ ഇടതുപക്ഷ ബുദ്ധിജീവികളും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇവർ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി, പണ്ടൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് ഇവര് മതമൗലികവാദികളാണ്, അങ്ങനെ മതമൗലികവാദികളാണ്. ഇപ്പൊ പറഞ്ഞിട്ട് അത് പോരല്ലോ, കുറച്ചുകൂടി മതരാഷ്ട്രവാദികളാണ്, അതും മതരാഷ്ട്രവാദി പോരല്ലോ, അതുകൊണ്ട് തീവ്രവാദികളാണ്, അത് പോരല്ലോ, വർഗീയവാദികളാണ്, അത് പോരല്ലോ, മതഭീകര തീവ്ര എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയാ ഒരു മഹാഭീകര പ്രസ്ഥാനമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ചിത്രീകരിക്കുകയാണ്. പ്രിയമുള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സഖാക്കളോട് പറയാനുള്ളത്, അമിത്ഷാ ദേശീയ തലത്തിൽ കളിക്കുന്ന കളി അതാണ് പ്രിയമുള്ളവരെ. പിണറായി വിജയൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഗോവിന്ദൻ മാഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അത് ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട്, അത് അന്യഗ്രഹ ജീവിയല്ല, അത് ഏതെങ്കിലും അർത്ഥത്തിൽ ആകാശ ലോകത്ത് ജീവിക്കുന്ന ജീവികളല്ല, അത് ഭൂമിയുടെ പാതാളത്തിൽ ജീവിക്കുന്ന ജീവികളല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന ജീവികളാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ നിങ്ങളുടെ എല്ലാം പ്രദേശത്തുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, വർഗീയവാദം എന്നൊക്കെ പറഞ്ഞ ഉദ്ദേശം എന്താണ് പ്രിയമുള്ളവരെ? എന്താണ് പ്രിയമുള്ളവരെ? ജമാഅത്തെ ഇസ്ലാമി നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ 70-80 വർഷക്കാലത്തെ 1941 തന്നെ പ്രവർത്തനം തുടങ്ങിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. 1941 മുതൽ 2025 വർഷം വരെയുള്ള കഴിഞ്ഞ 80 വർഷ കാലഘട്ടത്തിലെ പ്രവർത്തന ട്രാക്ക് റെക്കോർഡ് ഈ സമൂഹത്തിൽ മുന്നിൽ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, തീവ്രവാദ പ്രസ്ഥാനമോ ഭീകരവാദ പ്രസ്ഥാനമോ വർഗീയ പ്രസ്ഥാനമോ മതവർഗീയ ഭീകര എന്നൊക്കെ വിളിച്ച് നിങ്ങളിങ്ങനെ വല്ലാതെ പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, ഞങ്ങൾ നെഞ്ച് നിവർത്തി ധീരമായി ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, വർഗീയവാദത്തിന്റെ ഒരു കൊച്ചു തെളിവിന്റെ പൊടിയുടെ കണികയുടെ ബിന്ദുവിന്റെ അംശത്തിന്റെ ലേശത്തിന്റെ ഒരു ചെറിയ തെളിവ് അവതരിപ്പിക്കാൻ സഖാക്കളെ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളല്ലേ ഈ നാട് ഭരിക്കുന്നത്, നിങ്ങളുടെ പോലീസല്ലേ ഇവിടെയുള്ളത്, നിങ്ങളുടെ IB അല്ലേ ഉള്ളത്? സാക്ഷാൽ സംഘപരിവാർ ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ ഇന്ദിരാ കോൺഗ്രസും ഈ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിനെതിരിൽ ഒരു തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ വർഗീയവാദത്തിന്റെയോ ഒരു ചെറിയ തെളിവ് പോലും അവതരിപ്പിക്കാൻ കഴിയാതെ സമ്പൂർണ്ണമായി അഗ്നിശുദ്ധീകരണം നടത്തി വന്ന ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കാം, തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ലിസ്റ്റ് വിട്. കേരളത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാനം ഏതാണ്? നിങ്ങളൊരു അവാർഡ് കൊടുക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാന അവാർഡ് കൊടുക്കുമെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടും. കേരളത്തിലെ ഏറ്റവും വലിയ സ്നേഹപ്രസ്ഥാനത്തിന്, കേരളത്തിലെ ഏറ്റവും മതസൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുന്ന, മനുഷ്യ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന, ഏറ്റവും വലിയ സേവന സന്നദ്ധമായി പ്രവർത്തിക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും ഉപകാരം ചെയ്തിട്ടുള്ള, ജാതീയമായ വർഗീയമായ സാമുദായികമായ വിഭജനങ്ങൾ പോലുമില്ലാതെ ഈ കേരളങ്ങളുടെ ഏറ്റവും നല്ല മാനവിക പ്രസ്ഥാനം അതാണ് ജമാഅത്തെ ഇസ്ലാമി. ഏറ്റവും കണ്ട മനുഷ്യാവകാശ പ്രസ്ഥാനം അതാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് ഒരുപക്ഷെ പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്, പോലീസ് സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ആ പോലീസ് സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങൾ എല്ലാവരോടും പറയുന്നു, അങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവർ ക്രിമിനൽ ഫയലുകളൊക്കെ ഒന്ന് നോക്ക്. ഇവിടുത്തെ കോടതികളിൽ കേസ് വന്നിട്ടുള്ള FIR നോക്ക്. ഏതെങ്കിലും തീവ്രവാദ കേസിൽ, ഏതെങ്കിലും ഭീകരവാദ കേസിൽ, ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ, ഏതെങ്കിലും കൊട്ടേഷൻ കേസുകളിൽ ആരെങ്കിലും 51 വെട്ടിയതിന്റെ, ഏതെങ്കിലും അധ്യാപകനെ സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെട്ടിയവന്റെ, സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് മകനെ കെട്ടിയതിന്റെ, അങ്ങനെ കണ്ണൂരിലും കതിരൂരിലും പാനൂരിലും തലശ്ശേരിലും ഒക്കെ കിർമാനി മനോജുമാരുണ്ടല്ലോ. അതുപോലെ തന്നെ കിർമാനി മനോജുമാരുണ്ടല്ലോ, അത് ആകാശ് തില്ലങ്കേരിമാരുണ്ടല്ലോ. ഇങ്ങനെ ആകാശ് തില്ലങ്കേരിമാരെ പോലെ, കിർമാനി മനോജുമാരെ പോലെ, കൊട്ടി സുനിമാരെ പോലെ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകൻ ഈ നാട്ടിൽ ഏതെങ്കിലും ഹിന്ദുവിനെ, ഏതെങ്കിലും ക്രിസ്ത്യാനിയെ, ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ, ആരെയെങ്കിലും 51 വെട്ട് പോകട്ടെ, ഒരു വെട്ടെങ്കിലും വെട്ടിയതിന് തെളിവ്, ഒരു ക്രിമിനൽ കേസ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിലേക്ക് നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിലേക്ക് നോക്ക്. ഒരു മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ കൈകളിലില്ല, ഒരു കബന്ധങ്ങളും ഞങ്ങളുടെ കൈകളിലില്ല, ഒരു ക്രിമിനൽ കേസ് പോലും ഞങ്ങളുടെ കൈകളിലില്ല. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, കേരളത്തിൽ ഏറ്റവും സമാധാനപരമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഏത് പ്രസ്ഥാനങ്ങളെക്കാളും ജമാഅത്തെ ഇസ്ലാമിയാണ്. ഏറ്റവും മനുഷ്യ സ്നേഹികളായ ഈ കേരളം കണ്ട ഈ രാജ്യത്ത് നിങ്ങളുടെ ആരുടെ സർട്ടിഫിക്കറ്റ്? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിനെ ഇങ്ങോട്ട് പൈശാചികവൽക്കരിച്ച് ഡെമോണൈസ് ചെയ്തിട്ട്
പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് ജനങ്ങളെ അകറ്റി നിർത്താം എന്നൊക്കെ വിചാരിക്കുന്നത്. പ്രിയമുള്ള സഖാക്കളെ, സാക്ഷാൽ പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു, ഗോവിന്ദ മാഷിനോട് ഞങ്ങൾ പറയുന്നു, സ്വരാജ് ബുദ്ധിജീവിയോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ആരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് തൽക്കാലം ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ല. അങ്ങനെ സംഘപരിവാറിന്റെ ആസ്ഥാനത്ത് പോയിട്ട്, അവന്റെ ശാഖയിൽ പോയിട്ട്, അവന്റെ കുറുവടിയും അവന്റെ മറുപടിയും അവന്റെ മുളവടിയും അതുപോലുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ അവന്റെ ഭൗതിക ശിക്ഷകന്റെയും അവരുടെ ശാരീരിക ശിക്ഷകൻ, ഗുണ്ടകളെ ക്രിമിനൽ പേര, ഭൗതിക ശിക്ഷക, ശാരീരിക ശിക്ഷക, ഇങ്ങനെ സംഘപരിവാറിന്റെ ആസ്ഥാനത്ത് പോയി അവരുടെ ഭൗതിക ശിക്ഷകരെ കണ്ട്, അവരുടെ ശാരീരിക ശിക്ഷകരെ കണ്ട് ഞങ്ങൾ ദേശസ്നേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ കിട്ടില്ല. അങ്ങനെ RSSന്റെയോ സംഘപരിവാറിന്റെയോ ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ല. അതുപോലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ AKG സെന്ററിന്റെ, നിങ്ങളുടെ ഗോവിന്ദൻ മാഷിന്റെ പാർട്ടി സെക്രട്ടറിമാരുടെ മതേതര സർട്ടിഫിക്കറ്റും തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അത്ര സർട്ടിഫിക്കറ്റ് വേണ്ടത്ര ഇഷ്ടം പോലെ ഞങ്ങളുടെ അടുക്കലുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ഈ രാജ്യം ആരുടെ ചരിത്രം, ഈ രാജ്യത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന് നിങ്ങൾക്കറിയുമോ? മഹാത്മാഗാന്ധിജിയാണ്. ആ മഹാത്മാഗാന്ധിജി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം തുടങ്ങിയത് 1941കളിലാണെങ്കിൽ 1947 നാളുകളിൽ പാറ്റ്നയിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ, പ്രിയമുള്ളവരെ, സാക്ഷാൽ മഹാത്മാഗാന്ധിജി ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ വരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, സമ്മേളനം കണ്ടു, ജമാഅത്തെ ഇസ്ലാമിയെ കണ്ടു, ജമാഅത്തെ ഇസ്ലാമിനെ അനുഭവിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ മണ്ണവും ജമാഅത്തെ ഇസ്ലാമിയുടെ രുചിയും ജമാഅത്തെ ഇസ്ലാമിയുടെ സുഗന്ധവും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിമളവും ഒക്കെ ആദ്യമായി അനുഭവിച്ചത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ്. അദ്ദേഹം തന്റെ സ്വരാജ് പത്രത്തിൽ എഴുതി വെച്ചു, ഞാൻ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുക്കാൻ പോലും ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്തറിയോ? വിഭജന കാലയളവുകളിൽ രാജ്യത്തിന്റെ അതിർത്തി നഗരങ്ങളിൽ വിഭജനത്തിന്റെ മുറിവുകളുടെ ഭാഗമായി പരസ്പര കൂട്ടക്കലാപങ്ങളും കൊലപാതകങ്ങളും നടന്നിരുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമി ഇറക്കിയ സർക്കുലർ ഉണ്ട്. ഈ രാജ്യത്തിന്റെ വിഭജന കാലഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തകർക്ക് നൽകിയ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ പറഞ്ഞത്, വിഭജന കാലയളവുകളിൽ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഹിന്ദുവും കൊല ചെയ്യപ്പെട്ടുകൂടാ, നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനി, ഒരു ഹിന്ദു, ഒരു മുസ്ലിം കൊല ചെയ്യപ്പെട്ടുകൂടാ, ഒരു കൊലപാതകത്തിനും നിങ്ങൾ കൂട്ടുനിൽക്കരുത്, നിങ്ങൾ തടയണം, നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം, കലാപകാരികളെ നിങ്ങൾ പ്രതിരോധിക്കണം. അത് ഹിന്ദു കലാപകാരിയാണെങ്കിലും മുസ്ലിം കലാപകാരിയാണെങ്കിലും ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ കൊല ചെയ്യപ്പെടാത്ത വിധത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചുകൊണ്ട് വർഗീയതയുടെ ശക്തികൾ, വർഗീയതയുടെ ഈ ശക്തമായ ശക്തികൾക്കെതിരിൽ നിലകൊള്ളണമെന്ന് ഈ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർക്ക് ജമാഅത്തെ ഇസ്ലാമി അന്ന് സർക്കുലർ കൊടുത്തു. ഗാന്ധിജി വരെ അറിയുന്നുണ്ട്, വർഗീയതയില്ലാത്തൊരു പ്രസ്ഥാനം, ഹിന്ദു വിരോധമില്ലാത്തൊരു പ്രസ്ഥാനം, നല്ല മനുഷ്യന്റെ പ്രസ്ഥാനം എന്ന് ഗാന്ധിജി അറിഞ്ഞിട്ടാണ് ഗാന്ധിജി സമ്മേളനത്തിൽ കടന്നു വരുന്നത്. എന്നിട്ട് ഗാന്ധിജി പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാധുക്കളാണവർ. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്ന, പിച്ച തണ്ടുന്ന സാധുക്കളല്ല, നല്ല മനുഷ്യരാണ്, നന്മ കൽപ്പിക്കുന്നവരാണ്, ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കൂ എന്ന് ലോകത്തോട് പറയുന്ന പ്രസ്ഥാനം. അതാണ് ജമാഅത്തെ ഇസ്ലാമി. ഗാന്ധിജി ജമാഅത്തെ ഇസ്ലാമി നിർവചിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ അടിമകളായ മനുഷ്യരോട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കൂ. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഖാമത്തുദ്ദീൻ. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം. അത് ഗാന്ധിജി മുതൽ, ഒരുപക്ഷെ നിങ്ങൾ അറിയണം, ഈ ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ള മുഴുവൻ സാംസ്കാരിക മനുഷ്യാവകാശ പ്രവർത്തകരും, ജസ്റ്റിസ് താർക്കുണ്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കുൽദീപ് നയ്യാറിനെ കേട്ടിട്ടുണ്ടോ? എൻ റാമിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ മാധ്യമം, പത്രത്തിൽ വരെ എന്തങ്ങോട്ട് പറഞ്ഞിട്ട് വർഗീയത വടിവൊത്ത ഭാഷയിൽ, നല്ല വടിവൊത്ത ഭാഷയിൽ മസിൽ പിടിച്ചിട്ട് വർഗീയത അങ്ങോട്ട് പറയാൻ സത്യാനന്തര പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞ പദത്തിന് അർത്ഥം തന്നെ പുതിയ കാലഘട്ടത്തിന്റെ ടെർമിനോളജിയാ. സത്യം വേണ്ടതില്ല, എന്തു നുണയും പറയാവുന്നതിനാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് കാലം വന്നത്. സഖാക്കളൊക്കെ, നമ്മുടെ സ്വരാജ് സഖാവൊക്കെ സത്യാനന്തരത്തിൽ നിന്ന് പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ മാർക്കറ്റിൽ ഹിന്ദു പേരുകൾക്ക് നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ നടത്തുന്ന മാധ്യമങ്ങളിൽ, മീഡിയകളിൽ ഹിന്ദുക്കളായ എഴുത്തുകാർക്ക് നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് പല ആളുകളും, ഹിന്ദു പേരുള്ള ആളുകളും മാധ്യമത്തിൽ എഴുതുന്നുണ്ടോ, മീഡിയ വണ്ണിൽ പോകുന്നുണ്ടോ, അതൊന്നും ശരിയല്ലട്ടോ, അതുകൊണ്ട് അതിലേക്ക് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ മീഡിയകളെ പോലും പേടിപ്പിക്കുകയാണ്.
ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധിജി മുതൽ അവിടെ നിങ്ങോട്ട് കേരളത്തിൽ ജസ്റ്റിസ് കൃഷ്ണയ്യന് മുതൽ MP വീരേന്ദ്രകുമാർ മുതൽ സുകുമാർ അഴീക്കോട് മുതൽ MN വിജയൻ മാഷ്, വിപ്ലവ സഖാവ് MN വിജയൻ മാഷ് മുതൽ ആരാണ് ബിന്യാമിൻ മുതൽ ആരാണ് C രാധാകൃഷ്ണൻ മുതൽ KA കൊടുങ്ങല്ലൂർ മുതൽ ഈ കേരളത്തിലെ പൊതുമണ്ഡലത്തില് എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, എത്ര സാംസ്കാരിക നായകന്മാർ, MK സാനുമാഷ് മുതൽ ആരാണ് ജമാഅത്തെ ഇസ്ലാമിയെ സഹകരിക്കാത്ത, ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പങ്കെടുക്കാത്തത് ആരാണുള്ളത്? ജമാഅത്തെ ഇസ്ലാമി സംവദിക്കാത്ത ഏത് സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാരാണ്? നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ സാക്ഷാൽ EK നയനാർ മുതൽ ഈ പിണറായി വിജയൻ വരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ നൽകിയ ആ കപ്പും ആ ട്രോഫി ഏറ്റുവാങ്ങിയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ കേരളത്തിലെ മീഡിയ സിംഗങ്ങൾ, വലിയ മാധ്യമ സിംഗങ്ങൾ എല്ലാവരും കൂടി ജമാഅത്തെ ഇസ്ലാമി ഭീകര കഥ, തിരക്കഥ, സംവിധാനം ഇങ്ങനെ എഴുതിയിട്ട് നിരന്തരമായി ജമാഅത്ത് വിരുദ്ധ 24/7 മുഴു സമയവും ജമാഅത്ത് ഭീകരവൽക്കരണത്തിന്റെ മഹാകഥകൾ, കോട്ടയം പുഷ്പനാഥിന്റെ കഥ പോലെ, കോട്ടയംകാര് പണ്ട് മംഗളവും മനോരമയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പുഷ്പനാഥിന്റെയും അതുപോലുള്ള കഥകളിൽ പറയുന്നത് പോലെ, പ്രേത ഭൂത കഥകൾ പറയുന്ന പോലെ ജമാഅത്ത് വിരുദ്ധ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമങ്ങളെ സഹകരിച്ചവരാ. കേരളത്തിലെ വലിയ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ, അപ്പൊ ഹർഷൻ, സനീഷ്, രാജീവ് ശങ്കരൻ, അഭിലാഷ് മോഹനൻ, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, മാധ്യമ മണ്ഡലങ്ങളിൽ, മീഡിയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ജമാഅത്തെ ഇസ്ലാമി അനുഭവിച്ചതാണ്, ജമാഅത്തെ ഇസ്ലാമി ആസ്വദിച്ചവരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നിന്നപ്പോൾ ഇതൊന്നും അവർ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർക്കെല്ലാം അറിയാം ഞങ്ങളൊരു പച്ചക്കള്ളമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കല്ല് വെച്ച നുണയാണ് പറയുന്നത്. പക്ഷെ നുണ പറഞ്ഞെങ്കിലല്ലാതെ കല്ല് വെച്ച കളവ് പറഞ്ഞില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എല്ലാത്തിനും പിന്നിൽ. കോട്ടയം മെഡിക്കൽ കോളേജ് പൊളിഞ്ഞുവിടും, അതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാ. ഒരു വല്ലാത്ത ട്രോളാണ് ഇപ്പത്, ട്രോള്. എന്തിനേറെ പറയണം, വയനാട് ഉരുൾപൊട്ടിയതിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിന് പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീലിനെ പോലെ വർഗീയത തിന്നും, വർഗീയത കുടിച്ചും, വർഗീയത വിസർജിച്ചും, ഇങ്ങനെ വർഗീയത കൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യന്മാര് 24 മണിക്കൂറും ജമാഅത്തെ ഇസ്ലാം ഇപ്പൊ സീതാവൂദൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ഏതോർത്തൊരു ഭീകരാന്തരീക്ഷം പുതുതലമുറയുടെ മനസ്സ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ഈ ജമാഅത്ത് വിരുദ്ധ പ്രചരണങ്ങൾ നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ. മതരാഷ്ട്രവാദികളാണ്, അതാണ് മതരാഷ്ട്രവാദികളാണ്. എന്താ മതരാഷ്ട്രവാദം നിങ്ങൾക്കറിയോ? എന്താ മതരാഷ്ട്രവാദം നിങ്ങൾക്കറിയോ? ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിന്റെ മതരാഷ്ട്രവാദ പ്രസ്ഥാനമല്ല. ആ പദം തന്നെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്ന പദമല്ല. ആ പദം തന്നെ യഥാർത്ഥത്തിൽ മധ്യകാല യൂറോപ്പിൽ 11ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻ രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരെ നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ പെപ്പൽ സ്റ്റേറ്റ്, തിയോക്രാറ്റിക് സ്റ്റേറ്റ് is a state which ruled by clergies and priests deemed as representatives of God. അവിടെ ഇങ്ങനെ ലൂയി രാജാവ് ഉണ്ടാവും, ഫിലിപ്പ് രാജാവ് ഉണ്ടാവും, എഡ്വേർഡ് രാജാവ് ഉണ്ടാവും, അതുപോലുള്ള റിച്ചാർഡ് രാജാവ് ഉണ്ടാവും. ഇങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ആ കുരിശു ലോകത്ത്, ക്രൈസ്തവ ലോകത്തെ ഭരിച്ചിരുന്നു. പക്ഷേ ഈ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് ആവശ്യമുള്ള തിട്ടൂരം ഇറക്കുവാൻ അവിടുത്തെ പുരോഹിതന്മാർ തയ്യാറായി. അഥവാ രാജാക്കന്മാർക്ക് വേണ്ടി ഏത് ഫത്വയും, ഏത് അർത്ഥത്തിലുള്ള നിയമങ്ങളും, ഏത് അർത്ഥത്തിലുള്ള മതകൽപ്പനകളും കൊടുക്കുന്ന, ഇടയലേഖനങ്ങൾ കൊടുക്കുന്ന, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടക്കുന്ന ഒരു പെപ്പൽ സ്റ്റേറ്റ് അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഇറ്റലിയില്, ഫ്രാൻസില്, ബ്രിട്ടനില്, ഹോളണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ പുരോഹിതന്മാർ അവിടുത്തെ ശാസ്ത്ര ചിന്തകളെ, സ്വതന്ത്ര ചിന്തകളെ, കോപ്പർനിക്കസിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ, ഗലിയോവിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ, അഥവാ അന്നത്തെ തത്വചിന്തകന്മാരെ, അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ, അങ്ങനെയുള്ള ആളുകളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കാതെ തങ്ങളുടെ മതത്തിന്റെ പേരിലുള്ള പുരോഹിതന്മാർ രാജ്യം ഭരിക്കുകയും ആ മതപുരോഹിതന്മാർ ഇറക്കുന്ന തിട്ടൂരം അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ഭരണകൂടത്തിനാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അത് യൂറോപ്പിൽ കണ്ടതാ, അത് ക്രൈസ്തവ ലോകത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തമാണ്. സയ്യിദ് അബുൽ അല മൗദൂദി, സാക്ഷാത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി സാഹിബ് അന്ന് അതിന് വിളിച്ചത് അത് ദൈവരാഷ്ട്രമല്ല, അതൊരു പൈശാചിക രാഷ്ട്രമെന്നാ. അതൊരു പൈശാചിക രാഷ്ട്രമാ. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ രാഷ്ട്രീയം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇസ്ലാമിന്റെ അടുത്തൊരു മൂല്യമുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കണോ? സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും മുഹമ്മദ് മുസ്ലിയാരായിരുന്നില്ല. ഏതെങ്കിലും പള്ളിയിൽ ഇമാം വന്ന് ദുആ ചെയ്തു, ദിക്ർ ചൊല്ലി, ഔറാത്ത് ചൊല്ലി, പള്ളിക്കുള്ളിൽ
നിൽക്കുന്ന ഒരു മുസ്ലിയാര്, ഒരു മൗലവി, അങ്ങനെ മുസ്ലിയാര് ഒരു മൗലവി എന്നത്തിൽ പള്ളി, മദ്രസ, പള്ളിക്കാട് അങ്ങനെ നിൽക്കുന്ന ഒരു മതകേന്ദ്രീകൃതമായ അവിടെ സലാത്ത്, അവിടെ ദിക്ർ, അവിടെ ഉറാദ് അങ്ങനെ ജീവിക്കുന്ന ഒരു മതത്തിന്റെ ഒരു പുരോഹിതൻ എന്ന സ്വഭാവത്തിലല്ല പ്രവാചകന്മാരാരും ജീവിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ മുഹറം മാസാണല്ലോ, ഈ മുഹറത്തിൽ നമ്മൾ ഇന്നലെ നോമ്പെടുത്തു. എന്താ നോമ്പ്? പ്രിയമുള്ളവർ, ഇന്നലത്തെ നോമ്പ് പോലും രാഷ്ട്രീയ നോമ്പമാണ്, ഒരു വിമോചന നോമ്പാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയെ പോലെ, അമിത്ഷയെ പോലെ, ലോകം ഭരിക്കുന്ന ട്രംപിനെ പോലെ, നെതന്യാഹുവിനെ പോലുള്ള ഭീകരന്മാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ടില്ലേ? സ്ത്രീകളെ കൊല്ലുന്നത് കണ്ടില്ലേ? ബോംബുകൾ വിശ്വസിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്ത ഒരു കാലഘട്ടത്തിൽ നെതന്യാഹു, ആ നെതന്യാഹുവാണ് ഫറോവ. ആ ഫറോവയുടെ കീഴിൽ അടിമകളെ പോലെ ജീവിച്ചിരുന്ന ഇസ്രായേലി മക്കളെ വിമോചിപ്പിച്ചതിന് ഓർമ്മയാണ് നമ്മൾ ഇന്നലത്തെ മുഹറം നോമ്പ് എന്ന് പറഞ്ഞ. മുഹറം നോമ്പ് പോലും ഒരു രാഷ്ട്രീയ വിമോചനത്തിന് നോമ്പായിരുന്നു എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം. സകല പ്രവാചകന്മാരുടെ ദൗത്യം വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്ക്. സൂറത്തുൽ ബഖറ വായിച്ചു നോക്ക്, സൂറത്തു ആലി ഇംറാൻ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ അഹ്റാഫ്, സൂറത്തു യൂനുസ്, സൂറത്തു ഹൂദ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ബനി ഇസ്രായീൽ, സൂറത്തുൽ കഹ്ഫ്, സൂറത്തു ത്വാഹ, സൂറത്തു മറിയം, സൂറത്തുൽ ഹജ്ജ്, സൂറത്തു ശുഅറ, സൂറത്തു സഫാത്ത്. ഇതൊക്കെ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രമാണ്. ഈ പ്രവാചകന്മാരെല്ലാം, അത് മോസസ് ആണെങ്കിലും, അത് ജീസസ് ആണെങ്കിലും, അത് അബ്രഹാം ആണെങ്കിലും, അത് ദാവീദ് ആണെങ്കിലും, അത് സോളമൻ ആണെങ്കിലും, ചരിത്രത്തിൽ കടന്നു വന്ന പ്രവാചകന്മാരാരും തന്നെ ഏതെങ്കിലും അമ്പലത്തിന്റെ, ഏതെങ്കിലും ചർച്ചില് മണിയടി, മെഴുകുതിരി, കുർബാന, അങ്ങനെ ജനാഭിമുഖ കുർബാന, ജനങ്ങൾക്ക് വിരുദ്ധമായി ജനങ്ങൾക്ക് എതിർ നിൽക്കുന്ന കുർബാന, ഇങ്ങനെ കുർബാന, സംഗീതോത്സവം, പള്ളിപ്പെരുന്നാള്, ഗജോത്സവം, അമ്പലം, അങ്ങനെ പള്ളിപ്പെരുന്നാള്, ദിക്ർ, സലാത്ത്, ഔറാദ്, ഇങ്ങനെയൊക്കെ ഏതൊരുത്തൽ മതത്തിൽ, അമ്പലത്തിൽ, ചർച്ചിൽ, പള്ളിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മതകേന്ദ്രീകൃതമായ, ഒരു ആചാരാനുഷ്ഠാന കേന്ദ്രീകൃതമായ മതമല്ല ചരിത്രത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ചത്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്ക്. ലൂത്ത് നബിയുടെ ചരിത്രം വായിക്ക്, ഹൂദ് നബിയുടെ ചരിത്രം വായിക്ക്, സാലിഹ് നബിയുടെ ചരിത്രം വായിക്ക്, മോസസ്, സുലൈമാൻ, ദാവൂദ്, എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം വായിച്ചു നോക്ക്. നിങ്ങൾക്ക് കാണാം ആ സമൂഹത്തിന്റെ മതജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, രാഷ്ട്രാന്തര ജീവിതത്തിൽ എല്ലാം ഇടപെടുന്ന പ്രവാചകന്മാർ സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിജ്റയ്ക്ക് ശേഷം ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നുണ്ട്. മദീനത്തുർ റസൂൽ, സിറ്റി ഓഫ് പ്രൊഫറ്റ്, മഹല്ല് റസൂൽ എന്നല്ല, സിറ്റി ഓഫ് പ്രവാചക, സിറ്റിയാണ് മദീന. മദീന അൽ മദൈൻ, ഇസ്ലാമിക് സിവിലൈസേഷൻ, ഇസ്ലാമിക് നാഗരികത. ഞാൻ പറയുന്നത് ഇസ്ലാം ഒരു പള്ളിക്കപ്പുറം, മദ്രസ ഒരു നഗരമായിരുന്നു, ഒരു നാഗരികതയായിരുന്നു. ആ മദീന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചു. അത് സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടങ്ങളിലെ, ഉമർ ഖത്താബിന്റെ കാലഘട്ടങ്ങളിലൂടെ, ഉസ്മാൻ അഫ്ഫാന്റെ, അലി ഇബ്നു അബി ത്വാലിബിന്റെ, അമവികളിലൂടെ, അബ്ബാസികളിലൂടെ, ഒരുപക്ഷെ സൽജൂക്കികൾ, ഖാസാനികൾ, അയ്യൂബികൾ, അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് പ്രിയമുള്ള മുഗളന്മാർ ഉൾപ്പെടെയുള്ള അബ്ബാസിയ കാലഘട്ടത്തിന്റെ വിശദാംശങ്ങൾ. ഉസ്മാനിയ സാമ്രാജ്യം 1924 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലങ്ങളിൽ വരെ ലോകത്ത് നിലനിന്ന മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിനാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കേവലം പള്ളിയോ മദ്രസയോ ആത്മീയ കാര്യങ്ങളോ ആയിരുന്നില്ല, മറിച്ച് ഇസ്ലാമിന്റെ രാഷ്ട്രീയ അധ്യാപനങ്ങൾ, അധികാര അധ്യാപനങ്ങൾ ചരിത്രത്തിൽ 1920 വരെ നിലനിന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പോലും ബ്രിട്ടീഷ്, ഫ്രഞ്ച് സാമ്രാജ്യങ്ങളെ പോലും ധീരമായി വെല്ലുവിളിച്ച് അവർ പോലൊരു ഘട്ടത്തിൽ തോറ്റുപോയത് ഉസ്മാനിയ ഖിലാഫത്ത്. ഉസ്മാനിയ ഖിലാഫത്ത് നീണ്ടു കിടക്കുന്ന എവിടെ നിന്നറിയോ? ലോകം മാപ്പെടുത്തു നോക്കിയാൽ സാക്ഷാൽ ബൾഗേറിയ മുതൽ, ഇറ്റലി മുതൽ, അങ്ങനെ ഹോളണ്ട് മുതൽ, പോർച്ചുഗൽ മുതൽ, സ്പെയിൻ മുതൽ, അഥവാ ഇന്ന് നാം അറിയുന്ന ജർമ്മനിയുടെ ബാൾക്കൻ ദ്വീപ് മുതൽ ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെ, ആഫ്രിക്കൻ രാജ്യങ്ങളെ, ഏഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ 3-4 വൻകരകളെ വിശാലമായി ഉൾക്കൊള്ളുന്ന വിശാല സാമ്രാജ്യമായിരുന്നു ഉസ്മാനിയ ഖിലാഫത്ത്. ഇസ്ലാമിന് അങ്ങനെ ശക്തിയുണ്ട്, ഇസ്ലാമിന് ഒരു കരുത്തുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ ഇസ്ലാം കേൾക്കുമ്പോൾ പേടി. എന്തേ നിങ്ങൾ അറബ് രാജ്യങ്ങളിൽ ഇലക്ഷൻ നടത്താത്ത? എന്തേ സൗദി, UAE, ഖത്തറിലൊക്കെ ഒരു ഇലക്ഷൻ നടത്താത്ത? ഈ ഈജിപ്തിന്റെ മണ്ണിൽ പോലും ജനകീയമായി തെരഞ്ഞെടുത്ത ഗവൺമെന്റ് വന്നല്ലോ. ആ മുർസിയുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് അട്ടിമറിച്ച്? മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ശക്തി ഉണ്ടാകാൻ പാടില്ല. മുസ്ലിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രീയ ശക്തി, അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഭയപ്പെടാൻ കാരണം അവർക്കറിയാം ഉമർ ഖത്താബിനെ പോലെ, സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, നൂറുദ്ദീൻ സംഘിയെ പോലെ, സൈഫുദ്ദീൻ ഖുദ്ദുസിനെ പോലെ, അതുപോലെ ഇസ്ലാമിക ലോകത്തിന് രാഷ്ട്രീയമായ നേതൃത്വം എങ്ങാനും ലോകത്ത് വന്നാൽ അവിടെ സാമ്രാജ്യത്വത്തിന് മുട്ടുവിറയ്ക്കും, സിയോണിസം മുട്ടുവിറയ്ക്കും. അതുകൊണ്ട് സാമ്രാജ്യത്തിൽ ഇപ്പോഴത്തെ ഇറാന്റെ പിന്നിൽ പോലും മുട്ടുവിറച്ച്, മുട്ടിലഴിഞ്ഞ്, മൂത്രമൊഴിച്ച്, അങ്ങനെ മാപ്പ് സാക്ഷിത്വം പറഞ്ഞുകൊണ്ട് 8 നിലയിൽ പൊട്ടി ഇസ്രായേൽ നാണം കെട്ടി വന്നില്ലേ? അമേരിക്കയുടെ ട്രംപ്
ട്രംപ് അങ്ങനെ ടീക്കത്തുന്ന സൈബൊന്നുമില്ല. ട്രംപ് ഒരു പ്രതിഭാസമാണ്, ട്രംപ് ഒരു ഇതിഹാസമാണ്, ട്രംപ് ഒരു പരിഹാസമാണ്. അങ്ങനെ പരിഹാസമായി ഈ ട്രംപ് വരെ മാറിയിട്ടെങ്കിൽ നെതന്യാഹും ഏതൊരു പരാജയപ്പെടും, അവിടെ പുതിയ ഒരു മുന്നേറ്റം ഉണ്ടാകും. ഞാൻ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ടുന്ന ഒരു രാഷ്ട്രീയ ശക്തി. അത് ലോകത്ത് ചരിത്രത്തിലുണ്ടായിരുന്നു. ഉമർ ഖത്താബിന്റെ ഭരണത്തെ പോലും, ഈ രാജ്യത്ത് ഗാന്ധിജി പോലും ഞാൻ ആഗ്രഹിക്കുന്ന രാമരാജ്യമാണെങ്കിലും ആ രാമരാജ്യം ഭരിക്കേണ്ടത് മദീന ഭരിച്ച ഉമർ ഖത്താബിന്റെ രാഷ്ട്രീയം അത് ഇന്ത്യയിൽ പോലും വേണമെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധിജി മതരാഷ്ട്രവാദിയാണോ? ഒരു മതത്തിന്റെ അടിത്തറയിൽ രാഷ്ട്രീയം വേണമെന്ന് പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചോടെ ജീവിതത്തിൽ എല്ലാം ബാത്റൂം, ഇവിടെ മൂത്രപ്പരയുണ്ട്, അവിടെ മൂത്രപ്പരയുണ്ട്. അവിടെ മൂത്രപ്പര പോയി മൂത്രമൊഴിച്ചാൽ ഒരു വിശ്വാസി മുസ്ലിമായ ആളുകൾ മതപരമായ അനുഷ്ഠാനങ്ങളും മതപരമായ മൂല്യങ്ങളോടുകൂടി മൂത്രമൊഴിക്കും. ഇരുന്ന് മൂത്രമൊഴിക്കുള്ളൂ, നിന്ന് മൂത്രമൊഴിക്കാറില്ല. മൂത്രമൊഴിക്കാൻ മറയിൽ പോയിട്ട് മൂത്രമൊഴിക്കുള്ളൂ, റോഡ് സൈഡിൽ മൂത്രമൊഴിക്കില്ല. മൂത്രമൊഴിച്ചാൽ കഴുകും. മൂത്രമൊഴിച്ച ഇങ്ങനെ ബാത്റൂമിൽ പോലും മതമുണ്ട്. എന്താ പറയാ, മതമൂത്രവാദം നിങ്ങൾ പറയോ? അത് ബാത്റൂം വാദം. അങ്ങനെ ബാത്റൂമിൽ പോലും മതം വരും. അതെ, ബാത്റൂമിൽ മതമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ബാത്റൂമിൽ വരെ മത മൂല്യങ്ങളുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഞങ്ങൾ ഏതെങ്കിലും പന്നിമാംസം കഴിക്കാറില്ല, പട്ടിമാംസം കഴിക്കാറില്ല. അങ്ങ് ചൈനയിലേക്ക് കഴിക്കുന്ന പോലെ എലിയോ അല്ലെങ്കിൽ പാമ്പോ തേളോ കഴിക്കാറില്ല. അഥവാ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഹലാലുകൾ പരിഗണിക്കാറുണ്ട്. ഭക്ഷണത്തിലും മതപരമായ മൂല്യങ്ങളോട് ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പൊ മതഭക്ഷണവാദമുണ്ട് ഞങ്ങൾക്ക് മതവസ്ത്രവാദമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ സുംബയുടെ കാലഘട്ടമാണല്ലോ, ഞാൻ ഇതിലേക്കൊന്നും ഇടപെടുന്നില്ല. പക്ഷേ ഏത് പറഞ്ഞാലും സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ പപ്പ് കേളുകൾ ഇസ്ലാമിലില്ല, ക്യാമറ ഡാൻസറുകൾ ഇസ്ലാമിലില്ല, മോഡലുകൾ ഇസ്ലാമിലില്ല, അങ്ങനെ സെക്സ് ഗേളുകളില്ല. അങ്ങനെ പ്രിയമുള്ള നീല സിനിമകളും മഞ്ഞ പത്രങ്ങളും ചുവന്ന തെരുവുകളും അങ്ങനെ അഴിഞ്ഞാടി നനഞ്ഞാടി പ്രസവിക്കുന്ന പെണ്ണ് സ്വന്തം പ്രസവം വരെ യൂട്യൂബിലിട്ടിട്ട് അതിനടക്കം പൈസ വാങ്ങുന്ന പ്രിയമുള്ളവരെ ലജ്ജയില്ലാത്തൊരു സംസ്കാരം. ഇസ്ലാമിന് സ്ത്രീകൾക്ക് മതവസ്ത്രവാദമുണ്ട്. മതരാഷ്ട്രവാദം മാത്രമല്ല, ഞങ്ങൾക്ക് മത ബാത്റൂം വാദമുണ്ട്, ഞങ്ങൾക്ക് മതഭക്ഷണവാദമുണ്ട്, ഞങ്ങളുടെ വസ്ത്രത്തിൽ മതമുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പിറന്നു വീണത് മുതൽ മരിക്കുന്നത് വരെ, ഖബറിൽ വരെയും മത ജനാസവാദം വരെ, ഖബറിൽ വരെ, ഖബറിസ്ഥാനിൽ വരെ മതത്തിന്റെ മൂല്യങ്ങളോടുകൂടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മതം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ധർമ്മമാണ്, സത്യസന്ധതയാണ്, ജീവിത വിശുദ്ധിയാണ്. അതുകൊണ്ട് മതത്തിന്റെ മൂല്യങ്ങൾ രാഷ്ട്രീയ അധികാര ഭരണ മേഖലകളിൽ വരെ വരേണ്ടതുണ്ട് എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഇവിടെ പ്രചരിപ്പിക്കുന്ന സ്വഭാവത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏതോ നേരത്തെ പാക്കാൻ കഥകളിൽ പറയുന്നത് പോലെ പാക്കാൻ പോലെ ഏതോ ഒരു ഭീകര ജീവിയായിട്ട് അവതരിപ്പിച്ച് പുതിയ തലമുറകൾ തെറ്റിദ്ധരിപ്പിക്കാമെന്നും ആ തെറ്റിദ്ധാരണ മറവിൽ ഇവിടെ പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താമെന്നും ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള, ഇവിടുത്തെ ക്രൈസ്തവരോട് കൂടി ഒരു വാക്ക് പറയാനുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നു, യഥാർത്ഥത്തിൽ സംഘപരിവാർ മുസ്ലിം സമൂഹം ക്രൈസ്തവ സമൂഹം തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ തമ്മിൽ അടുപ്പിച്ചത് പോലും സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരെ പങ്കുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളീയ പൊതുമണ്ഡലത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുപാട് അകന്നു. എന്തിനാണ് അകന്നത്? എന്റെ ക്രൈസ്തവ സഹോദരങ്ങളെ ചോദിക്കുന്നു. കോട്ടയം ജില്ലയാണല്ലോ, ഈ കോട്ടയത്തിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ എത്രയോ വർഷമായി ഈ ജീവിക്കുന്ന കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്, കോട്ടയംകാരാണ് ഇവിടെ ഇരിക്കുന്നത്, ഈരാറ്റുപേട്ടക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്, പൊൻകുന്നംകാരാണ് ഇവിടെ ഇരിക്കുന്നത്, എരുമേലിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹം തമ്മിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? വല്ല ഈരാറ്റുപേട്ടയിൽ പ്രശ്നമുണ്ടോ? കാഞ്ഞിരപ്പള്ളിയിൽ പ്രശ്നമുണ്ടോ? പൊൻകുന്നത്ത് പ്രശ്നമുണ്ടോ? പാലയിൽ പ്രശ്നമുണ്ടോ? കോട്ടയത്ത് പ്രശ്നമുണ്ടോ? ഏതെങ്കിലും കലാപങ്ങൾ മുസ്ലിം ക്രിസ്ത്യാനികൾ തമ്മിൽ അടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പള്ളിയുടെ പേര് തർക്കമുണ്ടോ നമ്മൾ തമ്മിൽ? എന്തിനാണ് മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹം തമ്മിൽ ഒരു പ്രശ്നവും ഈ പ്രദേശത്തില്ല? ഞങ്ങളൊക്കെ പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലാണ്, സെന്റ് ഫ്രാൻസിസ് സ്കൂളിലാണ്, സെന്റ് ഫാത്തിമ സ്കൂളുകളിലാണ്, ഫാത്തിമ മാതാ സ്കൂളുകളിലാണ്, ഇവിടുത്തെ CMS കോളേജിലാണ്, മാറത്തനേഷ്യസ് കോളേജിലാണ്, മഹാരാജാസ് കോളേജിലാണ്. ഞാൻ പറഞ്ഞ ഈ കേരളത്തിന് വിദ്യാഭ്യാസം നൽകിയവർ ക്രൈസ്തവ സഭകളാണ്. ഈ കേരളത്തെ പൊതുസമൂഹത്തിന് ആതുരാലയങ്ങൾ പ്രദാനം ചെയ്തത് നിങ്ങളാണ്. ഈ നാടിനെ ഒരുപാട് സേവിച്ചവരാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സുകളിൽ ആരാണ് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കി തന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയണം, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുക്ക്, ഈ രാജ്യത്ത് ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തത് ആരാണ്? പ്രിയമുള്ള മണിപ്പൂർ നിങ്ങൾ മറന്നോ? ഒറീസ നിങ്ങൾ മറന്നോ? ഒറീസ മറന്നോ? കണ്ടഹാൽ നിങ്ങൾ മറന്നോ? നാഗ്പൂർ മറന്നോ? നിങ്ങൾ ജോധ്പൂർ മറന്നോ? നിങ്ങൾ മുർഷിദാബാദ് മറന്നോ? നിങ്ങൾ അങ്ങനെ ബാംഗ്ലൂർ മറന്നോ? നിങ്ങൾ
ബാംഗ്ലൂർ മറന്നോ നിങ്ങൾ? ഈ ഇന്ത്യ രാജ്യത്ത് മിക്കവാറും 600-700 വലിയ കലാപങ്ങൾ, ആയിരക്കണക്കിന് കലാപങ്ങൾ ക്രൈസ്തവർക്കെതിരിൽ RSS നടത്തിയിട്ടുണ്ട്. ആരാ പ്രിയമുള്ള സഹോദരന്മാരെ? ആ പാവപ്പെട്ട ആ സ്വാമിയെ, കുഷ്ഠരോഗികൾ ചികിത്സിച്ച വ്യക്തിയെ കൊന്നത്. ഞാൻ പറയുന്നത്, കന്യാസ്ത്രീകൾ പീഡിപ്പിച്ചതാരാണ്? ക്രൈസ്തവ മഠങ്ങൾ ആക്രമിച്ചതാരാണ്? കുരിശ് തട്ടിപ്പൊളിച്ചത് ആരാണ്? പ്രിയമുള്ളവരെ, പ്രിയമുള്ള ഈ രാജ്യത്ത്, ഈ മണിപ്പൂരിൽ 250 ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തതാരാണ്? 200ഓളം പള്ളികൾ പൊളിച്ചതാരാണ്? ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുന്നത് ചുറ്റൂരമിറക്കിയതാരാണ്? എല്ലാം സംഘപരിവാറാണ്. അതുകൊണ്ട് സംഘപരിവാറിന് മുന്നിൽ നിങ്ങൾ ധീരമായി ഫേസ് ചെയ്യണം. നിങ്ങൾ സംഘപരിവാർ ഭയപ്പെടാൻ പാടില്ല. നിങ്ങൾ മുട്ടുകുത്തേണ്ട ദൈവത്തിന് മുമ്പിലാണ്. പക്ഷേ RSS മുട്ടുകുത്തിയിട്ട്, RSS മുട്ടിലെഴിഞ്ഞിട്ട്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ സഭാപിതാക്കന്മാർ ഏതെങ്കിലും അർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം ഏതെങ്കിലും സംഘപരിവാർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയത്തിന് ചെലവ് മുസ്ലിം സമുദായത്തിന് തലയിൽ കെട്ടിവെക്കരുത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏതാണ്ട് പ്രശ്നമില്ലാത്ത പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കേരളത്തിലെ മണ്ഡലത്തിൽ ഇറക്കുമതി ചെയ്യാൻ ആര് ശ്രമിച്ചുവോ അവിടെയാണ് ഇടതുപക്ഷത്തോട് വിമർശനം ഉന്നയിക്കുന്നത്. ആ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ജമാഅത്ത് വിരുദ്ധ ഫോബിയ. അത് തിരിച്ചറിയാനുള്ള ശേഷി ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തെ ജനങ്ങളുടെ തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. അത്തരമൊരു തുറന്നു പറച്ചിലിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ദൈവം തമ്പുരാൻ, ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു നാട് നൽകി, നമ്മുടെ നാട്ടിൽ സമാധാനം നൽകി. സൗഹൃദമുള്ള നാട്, സമാധാനമുള്ള നാട്, സ്നേഹമുള്ള നാട്, കാരുണ്യമുള്ള നാട്, അങ്ങനത്തെ നാടാക്കി നമ്മുടെ നാടിനെ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ സംഘപരിവാറിന്റെ വർഗീയ വിഷബീജങ്ങൾ പള്ളിയുടെ പേരിൽ, അമ്പലത്തിന്റെ പേരിൽ, ആ പശുവിന്റെ പേരിൽ അങ്ങനെ തമ്മിൽ തല്ലി കൊല്ലുന്ന ആളുകളെ തമ്മിലെടുപ്പിക്കുന്ന വർഗീയതയുടെ അജണ്ടകൾക്ക് ചെക്ക് പറയാൻ, വർഗീയതയ്ക്ക് നോ പറയാൻ കഴിയുന്ന ഒരു സാംസ്കാരിക കേരളമായി, പ്രബുദ്ധ കേരളമായി നിലനിൽക്കാൻ അല്ലാഹു പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.